ഒരായുധങ്ങളിലും പ്രതിയുടെ കൈരേഖയില്ല, ഫിംഗർ പ്രിൻ്റ് ഇല്ല. അപ്പോൾ അത് തീർച്ചയായിട്ടും പ്രതിയെ മറ്റാരെയോ സഹായിക്കുന്നതിന് വേണ്ടി, പ്രതിയെ കുരുക്കുന്നതിന് വേണ്ടി. ലളിത ജെയിനിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കോടതി ഒരു ഒബ്സർവേഷൻ നടത്തി. ലളിത ജെയിനിന് 56 ആൻറ്റിമോർട്ടം ഇഞ്ചറിയുണ്ട്, 56 വെട്ട് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും. ഈ പ്രതിയെ കുട്ടൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ പകൽ വീട്ടിലുള്ള ആൾക്കാർ ചോദിക്കുന്നത് ആർക്കാ, അത് എൻ്റെ കുട്ടന് കൊടുക്കാൻ ഞാൻ കൊണ്ടുപോവുകയാണ് എന്ന് പറയും. അത്രത്തോളം മാനസികമായി അടുപ്പമുള്ള ഒരു ലേഡിയാണ്. ആ ലേഡിയെ ഈ ഇത്രയും വെട്ടി ഈ പൈശാചികമായിട്ട് കൊലപാതകം നടത്തുവാൻ ഒരു കാരണവശാലും ഒരാൾക്ക് പറ്റില്ല. അയാൾക്ക് മാനസിക രോഗമുള്ളതായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുണ്ടോ? ഇല്ല. അയാൾക്ക് മാനസിക രോഗമുള്ളതായിട്ട് എനിക്കറിയില്ല. വീട്ടാവശ്യത്തിന് വാങ്ങിച്ച ഒരു മഴു അവിടെ വീട്ടിൽ കിടന്നു. അതെടുത്ത് പ്രതി കൃത്യത്തിന് ഉപയോഗിച്ചതെന്നും പറഞ്ഞ് അതിൽ നിന്ന് കൈരേഖ വല്ലതും കിട്ടി? ഇല്ല, പ്രതിയുടെ ഒരു കൈരേഖയും കിട്ടിയിട്ടില്ല. അതിലില്ല, ആ മഴുവിലല്ല, ഒരായുധങ്ങളിലും പ്രതിയുടെ കൈരേഖയില്ല, ഫിംഗർ പ്രിൻ്റ് ഇല്ല. അപ്പോൾ അത് തീർച്ചയായിട്ടും പ്രതിയെ മറ്റാരെയോ സഹായിക്കുന്നതിന് വേണ്ടി, പ്രതിയെ കുരുക്കുന്നതിന് വേണ്ടി. ഇപ്പം പ്രതിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല. അതാണ് ഈ പോലീസുകാരുടെ ഇനി മേൽക്കോടതി മുന്നോട്ട് ഈ അന്വേഷണം പോകണമെന്ന് ആരെങ്കിലുമൊക്കെ വേണ്ടേ? ഇപ്പം ആരുമില്ല. ആ വീടും സ്ഥലമൊക്കെ ജപ്തിയുടെ വക്കീലാണ് അവിടെ ഞങ്ങൾ പോയപ്പോൾ എഴുതി ബാങ്കിൻ്റെയൊക്കെ നോട്ടീസ് ഒട്ടിച്ചിരിക്കുന്നുണ്ട്. ഇനി എന്തായിരിക്കും ഇതിൻ്റെ ഒരു? അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം വസ്തുവും മറ്റു കാര്യങ്ങളും ഒന്നും എൻ്റെ വിഷയമല്ല. എനിക്ക് കേസ് ഫീസ് വേണ്ടേ? അല്ലല്ല, ഫീസ് നേരത്തെ തന്നെ ഞങ്ങൾ ധാരണയിലെത്തിയിട്ടുണ്ട്, ഫീസ് തന്നിട്ടുണ്ട്. ഫീസ് യഥാർത്ഥത്തിൽ തന്നത് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരു റബ്ബർ എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു. ആ റബ്ബർ എസ്റ്റേറ്റ് മാനേജർ ഉണ്ടായിരുന്നു. അയാളാണ് എന്നെ കൊണ്ടുവന്ന് കേസ് ചെയ്യിപ്പിച്ചത്. മാനേജർക്ക് എല്ലാ കാര്യങ്ങളും അറിയായിരുന്നു. മാനേജർക്ക് ഇവൻ നിരപരാധിയാണ് എന്നുള്ള വിവരം അറിയാം. അത് പ്രകാരമാണ് മാനേജർ എന്നോട് വന്ന് സംസാരിച്ച് കാര്യങ്ങൾ എനിക്ക് ഫീസ് തന്നു. ബാക്കി കാര്യങ്ങളെല്ലാം എന്നെ ഏർപ്പാടാക്കി. വാങ്ങിച്ചു തന്നെയാണ്. അദ്ദേഹം ഈ അടുത്ത കാലത്ത് മരിച്ചു പോയായിരുന്നു. അതായത് ഏക ഒരു ആശ്രയം അദ്ദേഹം മരിച്ചു. ഒരാളെ ഉള്ളൂ, അയാൾ മരിക്കുകയും ചെയ്തു. അദ്ദേഹം മരിച്ചു പോയായിരുന്നു. പക്ഷേ എന്നിരുന്നാലും ഞാൻ ഫീസ് വാങ്ങിയത് കൊണ്ട് തന്നെ കേസ് തുടർന്ന് നടത്തുക തന്നെയാണ്. ഹൈക്കോടതിയിൽ ഞാൻ തന്നെയാണ് കേസ് നടത്തുന്നതിന് പുനരന്വേഷണത്തിൻ്റെ കാര്യം ഞാൻ പറയാം. അപ്പോൾ ഇതിൽ ചാർജിന്മേൽ ഈ ട്രയൽ തുടങ്ങുന്നതിന് മുമ്പ് ചാർജിന്മേൽ ഒരു വാദം പറയുക എന്നുള്ള ഒരു നടപടിക്രമം സെഷൻസ് കോടതിയിലുണ്ട്. അത് അഡീഷണൽ സെഷൻസ് കോടതി 1-ലാണ്, തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി 1-ലാണ് ആ ചാർജിന്മേലുള്ള വാദം പറയൽ നടന്നത്. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളെല്ലാം അന്ന് ഇത്രയും തെളിവുകളൊന്നും പ്രതിക്ക് അനുകൂലമായിട്ടില്ലായിരുന്നു. പക്ഷേ ഉള്ള രേഖകൾ വെച്ച് ഞാൻ ഈ കാര്യങ്ങളെല്ലാം 2-3 ദിവസം എടുത്ത് ഞാൻ വാദം പറഞ്ഞു കോടതിയെ ബോധ്യപ്പെട്ടു. അപ്പോൾ കോടതിക്ക് ഒരു സംശയം തോന്നിയിരുന്നു. കോടതി അതിനുശേഷം ഈ രേഖകൾ മുഴുവൻ പരിശോധിച്ചപ്പോഴത്തേക്ക് കോടതി ഒരു 53 പേജുള്ള ഒരു ജഡ്ജ്മെൻറ്റ് പുറപ്പെടുവിച്ചു. എന്നിട്ട് കോടതി പറഞ്ഞത് ഇങ്ങനെയാണ്: വിത്തൗട്ട് കണ്ടക്ടിങ് പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ, ദ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അബ്രപ്റ്റഡ്ലി ഫയൽഡ് ചാർജ് അഗെയിൻസ്റ്റ് ദി അക്യൂസ്ഡ്. ശരിയായ അന്വേഷണം നടത്താതെ ഉദാസീനമായി അന്വേഷണ ഉദ്യോഗസ്ഥൻ പ്രതിക്കെതിരായിട്ട് ചാർജ് നൽകി എന്നാണ്. അതുകൊണ്ട് ഈ കേസിന്മേൽ, അതായത് പ്രതിയുടെ അന്നത്തെ മാനസികാവസ്ഥ, അതിൽ ഒരു കാര്യം പറയുന്നത് കോടതി കണ്ടെത്തിയ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ രേഖകൾ വെച്ചാണ് പറയുന്നത്. ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ കൊലപാതകത്തിന് മോട്ടീവ് ഇല്ല എന്ന്. അപ്പോൾ അതിൽ ലളിത ജെയിനിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കോടതി ഒരു ഒബ്സർവേഷൻ നടത്തി. ലളിത ജെയിനിന് 56 ആൻറ്റിമോർട്ടം ഇഞ്ചറിയുണ്ട്, 56 വെട്ട് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അപ്പോൾ ലളിത ജെയിനും ഈ പ്രതിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കോടതി പറയുന്നുണ്ട്, പ്രോസിക്യൂഷൻ രേഖകൾ വെച്ചാണ്. അപ്പോൾ അതിൽ പറയുന്നത്
എല്ലാ ദിവസവും ലളിത ജെയിൻ പകൽ വീട്ടിൽ, അതായത് വയസ്സായ ആളുകൾക്ക് താമസിക്കാനുള്ള പകൽ വീട്ടിൽ, തിരുവനന്തപുരത്തുള്ള പകൽ വീട്ടിൽ പോകും. തൈക്കാടുള്ള പകൽ വീട്ടിൽ പോകും. പോയിട്ട് വൈകുന്നേരം ലളിത ജെയിൻ തിരിച്ചു വരും. തിരിച്ചു വരുമ്പോൾ വൈകുന്നേരം ടീയും സ്നാക്സും അത് അവിടെ നിന്ന് കൊടുക്കും. അപ്പോൾ ചായ കുടിച്ചതിന് ശേഷം അവിടെ നിന്ന് കിട്ടുന്ന സ്നാക്സ് ചിലപ്പം ഒരു ലഡു ആയിരിക്കും, ഇല്ലെങ്കിൽ ഉണ്ണിയപ്പം ആയിരിക്കും, ഇല്ലെങ്കിൽ അതുപോലെ എന്ത് അവിടെ നിന്ന് സ്നാക്സ് ആയിട്ട് കിട്ടിയാലും അത് പൊതിഞ്ഞ് സൂക്ഷിച്ച് ഇവിടെ വീട്ടിൽ കൊണ്ടുവരും. ഈ പ്രതിയെ കുട്ടൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ പകൽ വീട്ടിലുള്ള ആൾക്കാർ ചോദിക്കുന്നത് ആർക്കാ, അത് എൻ്റെ കുട്ടന് കൊടുക്കാൻ ഞാൻ കൊണ്ടുപോവുകയാണ് എന്ന് പറയും. അത്രത്തോളം മാനസികമായി അടുപ്പമുള്ള ഒരു ലേഡിയാണ്. ആ ലേഡിയെ ഈ ഇത്രയും വെട്ടി ഈ പൈശാചികമായിട്ട് കൊലപാതകം നടത്തുവാൻ ഒരു കാരണവശാലും ഒരാൾക്ക് പറ്റില്ല. അപ്പോൾ പ്രതിയുടെ മാനസിക നിലയെക്കുറിച്ച് നിങ്ങൾ നാളിതുവരെയായിട്ട് യാതൊരു തരത്തിലുള്ള അന്വേഷണവും നടത്തിയിട്ടില്ല. മാത്രവുമല്ല, ഈ ഇത് പ്രതിയുടെ തെളിവെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പ്രതിയെ മെൻ്റൽ ഹോസ്പിറ്റലിൽ പാർപ്പിച്ചു. അവിടെ ഏകദേശം 100-200ഓളം ദിവസം കണ്ടിന്യൂസ് ട്രീറ്റ്മെൻറ്റ്, ഇൻപേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റ് നടത്തി. ആ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ യാതൊരു തരത്തിലുള്ള അന്വേഷണവും നടത്തിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ പ്രതിക്കെതിരായിട്ട് മനഃപൂർവ്വമായിട്ട് ഒരു ചാർജ് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കേസിൽ പ്രതിയുടെ മാനസികാവസ്ഥയെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു പുനരന്വേഷണം നടത്തണം എന്ന് പറഞ്ഞ് പുനരന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടു. കോടതി ഉത്തരവിട്ടു. ഈ ഒബ്സർവേഷനോട് കൂടിയാണ് കോടതി ഉത്തരവിട്ടത്. ഇങ്ങനെ ഒരാളിന് ഒരു കാരണവശാലും ഒരാളെ കൊല്ലാൻ പറ്റില്ല, അതുകൊണ്ട് ഈ കേസ് പുനരന്വേഷിക്കണം എന്ന് പറഞ്ഞ് കോടതി ഉത്തരവിട്ട്. എന്നിട്ട് വീണ്ടും അന്വേഷണം തുടങ്ങിയെന്ന് വെച്ചാൽ ആകെ, അതായത് കോടതിയെ കളിയാക്കുന്ന തരത്തിൽ ഒരു അന്വേഷണം നടത്തി ഒരു റിപ്പോർട്ട് കൊടുത്ത് പ്രതിയുടെ മാനസികാവസ്ഥയെക്കുറിച്ച് അന്വേഷിക്കാനാണ് കോടതി പറഞ്ഞത്. ഉടനെ തന്നെ ഇതേ അന്വേഷണ ഉദ്യോഗസ്ഥർ അയൽപക്കത്തുള്ള ഒരാളെ പോയി കാണുന്നു. ഒരു ഐ തിങ്ക് ഡോക്ടർ സോമനാണെന്ന് തോന്നുന്നു. അയാളെ പോയി കാണുന്നു. അയാളോട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് കേഡൽ ജിൻസൺ രാജനെ അറിയാമോ? അയൽപക്കം എന്ന് വെച്ചാൽ തൊട്ടടുത്തോ അല്ല, കുറച്ച് ദൂരമുള്ള. അതേ അറിയാം, ഞങ്ങളെല്ലാം ഒരേ പള്ളിയിൽ പോകുന്ന ആൾക്കാരാണ്. അയാൾക്ക് മാനസിക രോഗം ഉള്ളതായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുണ്ടോ? ഇല്ല, അയാൾക്ക് മാനസിക രോഗം ഉള്ളതായിട്ട് എനിക്കറിയില്ല. അയാളെയും അയാളുടെ മകളെയും കണ്ട് മൊഴിയെടുത്തിട്ട് പുനരന്വേഷണം നടത്തി. ഇതേ ചോദ്യം ചോദിച്ചിട്ട് ഞങ്ങൾ പുനരന്വേഷണം നടത്തിയെന്നും പറഞ്ഞൊരു റിപ്പോർട്ട് കോടതിയിൽ കൊണ്ടുവന്ന് ഹാജരാക്കി. അയാൾ ഡോക്ടർമാരെ കാണുകയോ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കുകയോ ഡോക്ടർമാരെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് അന്വേഷിക്കുകയോ യാതൊന്നും ചെയ്യാതെ, അതായത് കോടതിയെ കളിയാക്കുന്ന തരത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പെരുമാറിയിട്ട് ഒരു റിപ്പോർട്ട് കൊണ്ടുവന്ന് കോടതിയിൽ ഹാജരാക്കിയിരിക്കുക. ഞങ്ങൾ പുനരന്വേഷണം നടത്തി. ആ പൊട്ട ചാർജിന്മേലാണ് ഇപ്പം കോടതി വിധി വന്നിരിക്കുന്നത്, യാതൊരു അന്വേഷണവും നടത്താതെ. അപ്പോൾ അത് പറഞ്ഞോളൂ. വിധി എന്ന് ജീവപര്യന്തം ശിക്ഷിച്ചു, പ്രതിയെ ജീവപര്യന്തം ശിക്ഷിച്ചു. അതാണ് പ്രതിക്കെതിരായിട്ടുള്ള തെളിവുകൾ, വധശിക്ഷയ്ക്കുള്ള കാരണം കാണുന്നില്ല. അതുകൊണ്ട് പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷ. സാധാരണ ഈ 4 പേരെയും ഒക്കെ കൊല്ലുമ്പോൾ ഈ ജീവപര്യന്തത്തിൽ ഒതുങ്ങുന്നതാണോ? അല്ല, സാധാരണഗതിയിൽ അതാണ്. ഇത് അങ്ങനെ നോക്കുകയാണെങ്കിൽ റെയറസ്റ്റ് ഓഫ് റെയർ കേസിൻ്റെ പരിധിയിൽ വരേണ്ടതാകണം. പക്ഷെ കോടതി എനിക്ക് തോന്നുന്നു കോടതി ഇത്തരത്തിലുള്ള ഒരു നിലപാടെടുക്കുവാൻ കാരണം യഥാർത്ഥത്തിൽ കോടതിയും ആ ഒരു ആഗ്രഹിക്കുന്നുണ്ട്. പ്രതി കുറ്റം ചെയ്തിട്ടില്ല എന്ന് കോടതിക്കും തോന്നിയിട്ടുണ്ട്. ശരിക്കുള്ള അന്വേഷണം നടക്കണമെന്ന് കോടതി ആഗ്രഹിക്കുന്നു അല്ലേ? ശരിക്കുള്ള അന്വേഷണം ഇതുവരെയും നടന്നിട്ടില്ല. യഥാർത്ഥ പ്രതിയാണോ എന്നൊരു സംശയം കോടതിക്കുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ടാണ് ഇത്തരം കുറഞ്ഞ ഒരു ശിക്ഷ പ്രതിക്ക് കൊടുത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി മേൽക്കോടതിയിൽ പോയി കഴിഞ്ഞാൽ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ മുഴുവൻ എനിക്ക് മേൽക്കോടതിയിൽ പറയുവാനുള്ള അവസരം ഉണ്ടാകും. തീർച്ചയായും നിരപരാധി എന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. യഥാർത്ഥ കുറ്റവാളി എവിടെയോ ഉണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ തണലിൽ തന്നെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്നാണ് എൻ്റെ ഒരു ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ എല്ലാം കത്തിപ്പോയി, തെളിവുകളെല്ലാം അവർ നശിപ്പിച്ചോ ഇല്ലയോ ഒന്നും അറിയില്ല. അല്ല, ഇത് കത്തിപ്പോയി എന്നുള്ളതല്ല. ആകെ ഒരൊറ്റ മുറിയിൽ മാത്രമാണ് ഈ പറയും പോലെ ഇത് ഒന്നല്ല രണ്ട് മുറികളിലാണ് ഈ തീ പടർന്നിട്ടുള്ളത്.
അതിനു മുമ്പ് തന്നെ തീ കൺട്രോളിലാക്കി ഫയർഫോഴ്സ് വന്നായിരുന്നു. അന്ന് അപ്പോൾ ഇത് ഈ ഇതിൽ പ്രതിയുടെ മാനസിക വൈകല്യത്തിൻ്റെ ഒരു CCTV ദൃശ്യത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു. അതൊന്നും അല്ല അതൊന്നും ഈ പോലെ അത് recover ചെയ്തെടുക്കാൻ പറ്റിയില്ല. വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. അതൊന്നും അവിടെ കിട്ടിയിട്ടില്ല. പക്ഷേ ഇതിൽ വേറൊരു സംശയവും കൂടെ ഉണ്ട്. പ്രതി അതായത് പോലീസിൻ്റെ വെർഷൻ എന്ന് പറയുന്നത് അന്ന് വൈകുന്നേരം 6 മണി മുതൽ തീ കത്തിക്കാൻ തുടങ്ങി. പെട്രോൾ ഒഴിച്ചാണ് തീ കത്തിക്കുന്നത്. കത്തിച്ച് തീ ആളിപ്പടർന്നു 12 മണിയോടുകൂടി. അപ്പോൾ ജനങ്ങൾ ഓടി വന്നു. അപ്പോൾ പ്രതി അവിടെ നിന്ന് രക്ഷപ്പെട്ടെന്ന് വെച്ചാൽ, അതായത് ഈ ക്ലിഫ് ഹൗസിൻ്റെ മുൻപിൽ 24 മണിക്കൂറും CCTV ക്യാമറയും പോലീസ് ഗാർഡും ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് പ്രതി ഓടിപ്പോവുകയാണ്. അന്ന് ഏകദേശം 10-30ഓളം വാഹനങ്ങൾ കൺട്രോൾ തിരുവനന്തപുരം സിറ്റി ഹാർട്ട് ഓഫ് ദി സിറ്റിയാണ്. സെക്രട്ടേറിയറ്റ്, മറ്റേ മുഖ്യമന്ത്രിയുടെ വസതി, കോർപ്പറേഷൻ ഓഫീസ്, മറ്റു കാര്യങ്ങളെല്ലാം ഉള്ള സ്ഥലമാണ്. ഇതുവഴി ഈ രാത്രി 12 മണി 1 മണിക്ക് ഒരാൾ പോവുകയാണ്. എങ്ങനെയാണ് പോയത് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനോട് ചോദിച്ചപ്പോഴത്തേക്ക് അയാൾക്ക് എങ്ങനെ പോയി എന്ന് അയാൾക്ക് അറിയില്ല എന്നാണ് പറയുന്നത്. ഇയാൾ അവിടെ നിന്ന് നേരെ പോയി തിരുവനന്തപുരത്ത് തമ്പാനൂരെത്തുന്നു. അവിടെ നിന്ന് അയാൾ നേരെ നാഗർകോവിലെത്തുന്നു. അവിടെ നിന്ന് നേരെ ട്രെയിനിൽ മദ്രാസിൽ പോകുന്നു എന്നാണ് പോലീസിൻ്റെ കേസ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പോകുന്ന വഴികളിലെല്ലാം CCTV ക്യാമറകൾ കാണേണ്ടതാണ്. അന്നത്തെ ദിവസങ്ങളിൽ ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥനോട് ചോദിച്ചു, അന്നത്തെ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ഇഷ്ടംപോലെ കടകൾ, ഷോപ്പുകൾ, മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. എവിടെ നിന്നെങ്കിലും നിങ്ങൾ ഈ പ്രതി പോകുന്ന ദൃശ്യം ആ ദിവസങ്ങളിൽ പ്രതി ഈ തിരുവനന്തപുരത്ത് ഇല്ലെങ്കിൽ കേരളത്തിലുണ്ട് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ഏതെങ്കിലും സെക്രട്ടേറിയറ്റിൽ നിന്നോ ഇല്ലെങ്കിൽ ക്ലിഫ് ഹൗസിൽ നിന്നോ ഇല്ലെങ്കിൽ ഈ പോകുന്ന വഴിയിൽ ടെക്സ്റ്റൈൽ ഷോറൂമുകളുണ്ട്, ഇഷ്ടംപോലെ ജ്വല്ലറികളുണ്ട്, ഇല്ലെങ്കിൽ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനുണ്ട്, തമ്പാനൂർ ബസ് സ്റ്റാൻഡുണ്ട്, ഇവിടെയൊക്കെ ഇഷ്ടംപോലെ CCTVകളുണ്ട്. ഏതെങ്കിലും ഒരു CCTV ഫുട്ടേജ് നിങ്ങൾ എടുത്ത് കോടതിയിൽ ഹാജരാക്കാത്തതിൻ്റെ കാര്യമുണ്ട്? അതിൻ്റെ ആവശ്യമില്ല. അന്വേഷണത്തിന് അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ തിരികെ വന്നതിൻ്റെ CCTV ഉണ്ട്. തിരികെ വന്നതില്ല. ഹോട്ടലിലല്ലേ അവിടെ മദ്രാസിൽ പോയി അവിടുത്തെ ഹോട്ടലിൽ CCTV എടുത്ത് അയാൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുവാനുള്ള CCTV എടുത്ത് ഇവിടെ കോടതിയിൽ ഹാജരാക്കി. അപ്പോൾ മദ്രാസിലുള്ള CCTV എടുത്ത് കോടതിയിൽ ഹാജരാക്കാൻ ഇവർക്ക് പറ്റി. പക്ഷേ തിരുവനന്തപുരത്തുള്ള CCTV, അതായത് ആ ദിവസങ്ങളിൽ തിരുവനന്തപുരം ജില്ലയിലുള്ള എല്ലാ CCTVകളും കണ്ണടച്ചിരുന്നു ഈ പ്രതിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകുന്നതിന് വേണ്ടി. നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനിൽ കൂടെയല്ലേ പോയത്, എന്നാൽ അവിടുത്തെ CCTV എടുക്കാമല്ലോ. ഇനി മദ്രാസ് റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ, അവിടുത്തെ CCTV എടുക്കാമല്ലോ. ഇതൊന്നുമില്ല, ഒരൊറ്റ CCTV ദൃശ്യങ്ങളില്ല. ഇനി അതിനേക്കാൾ രസമെന്ന് പറയുന്നത് ഈ പ്രിപ്പറേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ പ്രിപ്പറേഷന് വേണ്ടി ഈ ബാത്റൂം മറ്റേ ക്ലീൻ ചെയ്യാൻ വേണ്ടി കുറേ സാധനങ്ങൾ ഇവിടെ ഗ്രാൻഡ് ബസാർ എന്ന് പറയുന്ന ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു. പിന്നെ മാർട്ടിൽ നിന്നും കുറച്ച് ഗ്രാബേജ് കവറ്, മറ്റ് കാര്യങ്ങൾ, തുണികൾ, ടിഷ്യൂ പേപ്പർ, ഇതെല്ലാം വാങ്ങിച്ചു എന്ന് പറഞ്ഞ് ഇവർ പറയുക. അതായത് 6-ാം തീയതിയും 7-ാം തീയതിയും ആണ്, 5-ാം തീയതിയാണ് ഒന്നാമത്തെ സംഭവം നടക്കുന്നത്. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയുന്നുണ്ടായിരുന്നു, ഈ വെട്ടി കൊല്ലുന്നത് എങ്ങനെയാണെന്ന് നോക്കാനായിട്ടൊരു പ്രതിമ പോലത്തെ ഒരു സംഭവം അതൊക്കെ ചെയ്തെന്ന് പറയുന്നു. അതൊക്കെ പറയാം. അപ്പം ഇതെവിടെ നിന്നൊക്കെ വാങ്ങിച്ചു എന്ന് പറയുന്നു. അപ്പം വാങ്ങിയെങ്കിൽ അവിടെ എല്ലാം CCTV ക്യാമറകൾ ഉള്ളതാ, ഈ കടകളിലെല്ലാം ഉള്ളതാ. അപ്പോൾ ഹാജരാക്കിയിട്ടില്ല അവിടെ ഒന്നും. അപ്പം അത് ഹാജരാക്കാത്തത് എന്തെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അതായത് 3-4 ദിവസത്തിനുള്ളിൽ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടെ ഈ കടകളിലെല്ലാം പോവുകയാണ്. അത് CCTV പരിശോധിച്ചപ്പോഴത്തേക്ക് ഇത് കറക്റ്റായി പോയി, അത് ഓവർ റൈറ്റായി പോയി. അതുകൊണ്ട് ആ CCTV എടുക്കാൻ പറ്റില്ല. 2-3 കടകളിലെ കാര്യങ്ങൾ CCTV എല്ലാം 15 ദിവസം 30 ദിവസമൊക്കെ നിൽക്കുന്നല്ലേ മിനിമം 15 ദിവസം. ഇത് 4-ാമത്തെ ദിവസമാണ് പ്രതിയെ കൊണ്ട് തെളിവെടുപ്പിന് പോകുന്നത്. ഈ 4-ാമത്തെ ദിവസം പോയപ്പോഴത്തേക്ക് 4 ദിവസം മുമ്പുണ്ടായിരുന്ന CCTV അത് ഈ കടകളിൽ മാത്രം ഓവർ റൈറ്റായി പോയി എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ. ഇതൊക്കെ സംശയം, പ്രതിക്ക് അനുകൂലമായിട്ട് സംശയം ഉണ്ടാകുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ എന്തിന് ഈ കാര്യങ്ങളെല്ലാം കോടതി മുമ്പാകെ മറച്ചു വയ്ക്കുന്നു? അതിൻ്റെ ആവശ്യമുണ്ട്. പെട്രോളിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഒരു ഓട്ടോ ഡ്രൈവറുമായിട്ട്
ഞങ്ങളത് ഷൂട്ട് ചെയ്തായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ഓട്ടോയിൽ കയറിയതായിട്ട് അവിടെ നിന്ന് പെട്രോൾ വാങ്ങി തിരിച്ച് വന്നതായിട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിനെയും ഈ തെളിവുകളുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മൊഴിയും എടുത്തിട്ടുണ്ട്. പെട്രോളിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് അതിൽ രസം എന്ന് പറയുന്നത് ഓട്ടോ ഡ്രൈവർ പറയുന്നത് 10 ലിറ്റർ അളവ് കൊള്ളുന്ന രണ്ട് ക്യാനുമായിട്ട് വന്നു എന്നാണ് പ്രതി വന്നു. അതിൽ ഒരു ക്യാനിൽ നിറയെ പെട്രോൾ അടിച്ചു, രണ്ടാമത്തെ ക്യാനിൽ 1/4 ഭാഗം പെട്രോൾ അടിച്ചു എന്ന് പറഞ്ഞാണ് ഓട്ടോ ഡ്രൈവർ പറഞ്ഞത്. അങ്ങനെയാണ് കോടതിയിൽ മൊഴി കൊടുക്കുന്നത്. കോടതിയിൽ കൊണ്ടുവന്ന് ഹാജരാക്കിയിരിക്കുന്ന തൊണ്ടി മുതൽ ഒരെണ്ണം 10 ലിറ്ററിൻ്റെ ക്യാൻ, ഒരെണ്ണം 5 ലിറ്ററിൻ്റെ ക്യാൻ. അപ്പോൾ ഈ ഓട്ടോ ഡ്രൈവറുടെ മൊഴിയും ഈ ഹാജരാക്കിയിരിക്കുന്ന തൊണ്ടി മുതലും തമ്മിൽ ഒരു കാരണവശാലും ടാലി ആകുന്നില്ല. ഇനി 1200 രൂപയ്ക്ക് അന്ന് പെട്രോൾ അടിച്ചു എന്നാണ് പറയുന്നത്. അത് 15 ലിറ്ററിൻ്റെ ക്യാനാണ് കോടതിയിലുള്ളത്. 15 ലിറ്ററിൻ്റെ ക്യാനാണ് കോടതിയിലുള്ളത്. 1200 രൂപയ്ക്കാണ് അന്ന് പെട്രോൾ അടിച്ചത്. അപ്പോൾ അന്നത്തെ പെട്രോൾ വില ഞാനെടുത്ത് പരിശോധിച്ചപ്പോഴത്തേക്ക് 69 രൂപ ആണ് അന്ന് ഒരു ലിറ്റർ പെട്രോളിന് വില. അങ്ങനെയാണെങ്കിൽ 17 ലിറ്റർ പെട്രോള് അവിടെ നിന്ന് വാങ്ങിയെങ്കിൽ മാത്രമേ 1200 രൂപ കൊടുക്കേണ്ടതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ 17 ലിറ്റർ പെട്രോള് ഒഴിക്കണമെങ്കിൽ അത് 20 ലിറ്ററിൻ്റെ കന്നാസിൽ ഒഴിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്ന 15 ലിറ്ററിൻ്റെ കന്നാസ്. അപ്പോൾ ഇത് തമ്മിൽ ഒരു തരത്തിലും പൊരുത്തപ്പെടുന്നില്ല. അത് പ്രോസിക്യൂഷന് പറ്റിയൊരു വലിയൊരു പാളിച്ചയാണ്. എന്തുകൊണ്ട് അവർ എവിടെ നിന്നാണ് ഈ പെട്രോൾ ഇത് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക്, ഇല്ലെങ്കിൽ ഇത് കഥ ഉണ്ടാക്കുമ്പോഴത്തേക്ക് പല കാര്യങ്ങളും ഈ പറയും പോലെ യഥാർത്ഥ സംഭവമാണ് എങ്കിൽ ഒരു കാരണവശാലും ഇത് കറക്റ്റായിട്ട് ആ സീക്വൻസിൽ വരും. ഇത് കഥ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇതുപോലെയുള്ള അബദ്ധങ്ങൾ പോലീസുകാർക്ക് പറ്റും. ആ ഒരു അബദ്ധമാണ് ഈ പെട്രോൾ വാങ്ങിയപ്പോഴത്തേക്ക് സംഭവിച്ചത്. കന്നാസ് മൊഴിയിൽ പറഞ്ഞിരിക്കുന്ന 20 ലിറ്ററിൻ്റെ കന്നാസ് എന്ന് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്ന 15 ലിറ്റർ കന്നാസ്. മൊഴിയിൽ പറഞ്ഞിരിക്കുന്ന 1200 രൂപയ്ക്ക് പെട്രോൾ വാങ്ങിയെന്ന് ഈ കന്നാസ് 15 ലിറ്ററിനുള്ള കന്നാസേ ഉള്ളൂ. 2 ലിറ്റർ പിന്നെ വേറെ എവിടെ ഒഴിക്കും?